കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രവാസികളെ അവഗണിച്ചതിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രവാസി കോൺഗ്രസ് ധർണ നടത്തി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം കളക്ടറേറ്റിന് മുമ്പിൽ നടന്ന ധർണ KPCC ജനറൽ സെക്രട്ടറി സൂരജ് രവി ഉദ്ഘാടനം ചെയ്തു. 60 വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് ഉപാധികൾ കൂടാതെ ക്ഷേമ പെൻഷൻ അനുവദിക്കുക, പുനരധിവാസ പദ്ധതികൾ ലളിതവും സുതാര്യവുമാക്കുക, പ്രവാസികളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവ ലഭ്യമാക്കുന്നതിനും റിട്ടയർഡ് ജഡ്ജി അധ്യക്ഷനായ കമ്മീഷനെ നിയമിക്കുക, 2024 ബഡ്ജറ്റിൽ നിർദ്ദേശിച്ച പെൻഷൻ വർധന ഉടൻ നടപ്പിലാക്കുക, ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. ധർണ KPCC ജനറൽ സെക്രട്ടറി സൂരജ് രവി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളോട് ഞാൻ ചെയ്യാൻ പറയുന്നു, നാശം വിതച്ച ഒരു ഗവൺമെന്റ് ആണ് 9 വർഷക്കാലമായി നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്നത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളാണ്, സഹോദരങ്ങളാണ് എന്നുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ജില്ലാ പ്രസിഡന്റ് കുമ്മിൽ സാലി അധ്യക്ഷത വഹിച്ചു. അൻസിൽ മയ്യനാട് സ്വാഗതം പറഞ്ഞു. കൊല്ലം ബ്ലോക്ക് പ്രസിഡന്റ് ഗീതാകൃഷ്ണൻ, ഇൻകാസ് ജനറൽ സെക്രട്ടറി ബൈജു, INTUC സംസ്ഥാന നേതാവ് KB ഷഹാൽ, സംസ്ഥാന കമ്മിറ്റി അംഗം TV സലാഹുദ്ദീൻ, ജില്ലാ സെക്രട്ടറി കിഴക്കേ തെരുവിൽ P ബാബു അലക്സാണ്ടർ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ ശിവപ്രസാദ്, മാഹിൻ, നിജാബ് മൈലവിള, അബ്ദുൽ വഹാബ്, സന്തോഷ് കുളങ്ങര, ബോബൻ പൂയപ്പള്ളി, കടപ്പാക്കട മണ്ഡലം പ്രസിഡന്റ് മീര രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.